ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരമാണ് അവരുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ അഥവാ വിമാനവാഹിനി കപ്പലുകൾ. ഒരു കൊച്ചു ദ്വീപിനോളം വലിപ്പമുള്ള ഈ കപ്പലുകൾക്ക് മുന്നിൽ ഭയന്നു പോകാത്ത രാജ്യങ്ങൾ കുറവാണ്. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുകയാണ്. നൂറുകണക്കിന് കോടി ഡോളർ വിലയുള്ള USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക കപ്പലിനെ പോലും വെല്ലുവിളിക്കാൻ ഇറാന്റെ കയ്യിലുള്ള തുച്ഛമായ വിലയുള്ള ഷഹേദ് ഡ്രോണുകൾക്ക് കഴിയുന്നുണ്ടോ? ആധുനിക നാവിക യുദ്ധത്തിൻ്റെ നിയമപുസ്തകം ഇറാൻ മാറ്റി എഴുതുകയാണോ? സമുദ്രത്തിലെ ഈ ഗോലിയാത്തിനെ വീഴ്ത്താൻ ഇറാൻ എന്ന ഡേവിഡ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നമുക്ക് നോക്കാം. അമേരിക്കൻ നാവികസേനയുടെ കരുത്താണ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. ഇതിനെ സംരക്ഷിക്കാൻ ചുറ്റും മിസൈൽ ഡിസ്ട്രോയേഴ്സും അത്യാധുനിക റഡാറുകളും കാവലുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും ഇറാൻ നേരിട്ടും ഈ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നു. വെറും ഒരു ഡ്രോൺ ഉപയോഗിച്ചല്ല അവർ വരുന്നത്, മറിച്ച് നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയക്കുന്ന ഡ്രോൺ സ്വാം രീതിയാണ് അവർ പയറ്റുന്നത്. ഇത് അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തെ ശരിക്കും വട്ടം കറക്കുന്നുണ്ട്. എന്താണ് ഈ ഷഹേദ് ഡ്രോണുകൾ? വെറും ഒരു പഴയ കാറിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന വലിയ ശബ്ദത്തോടെ പറക്കുന്ന ഡ്രോണുകളാണ് ഷഹേദ്. ലളിതമായി പറഞ്ഞാൽ പറക്കുന്ന ചാവേറുകൾ. ഇതിന് ഒരു ആഡംബര കാറിനേക്കാൾ കുറഞ്ഞ വിലയേ ഉള്ളൂ. പക്ഷേ ഇതാണ് യുദ്ധത്തിലെ ട്വിസ്റ്റ്. അമേരിക്ക ഒരു ഷഹേദ് ഡ്രോണിനെ വെടിവെച്ചിടാൻ ഉപയോഗിക്കുന്ന മിസൈലിന് ഏകദേശം $2 മില്യൺ വില വരും, അതായത് ഏകദേശം 16 കോടി രൂപ. എന്നാൽ ഇറാൻ്റെ ഒരു ഡ്രോണിൻ്റെ വില വെറും $20,000, അതായത് ഏകദേശം 16 ലക്ഷം രൂപ മാത്രം. ചിന്തിച്ചു നോക്കൂ, 16 ലക്ഷത്തിൻ്റെ ഒരു ഡ്രോണിനെ തടയാൻ 16 കോടിയുടെ മിസൈൽ. ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തളർത്തുന്ന ഒരു സാമ്പത്തിക യുദ്ധം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരെ വെറും 16 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ വെച്ച് മുട്ടുകുത്തിക്കാമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അത്യാധുനിക റഡാറുകൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ കൊച്ചു മിസൈലുകൾ പടക്കക്കടയ്ക്ക് തീപിടിച്ചതുപോലെ കപ്പലുകൾക്ക് മുകളിൽ പതിക്കും. ഷഹേദ് ഡ്രോണുകൾക്ക് ത്രികോണാകൃതിയിലുള്ള ചിറകുകളാണുള്ളത്. ഇത് ഡ്രോണിന് വായുവിൽ കൂടുതൽ സ്ഥിരതയും കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും നൽകുന്നു. അതായത് വലിയ കപ്പലുകളുടെ റഡാറുകളിൽ ഇവ പെട്ടെന്ന് പെടില്ല. ഇറാൻ്റെ ഏറ്റവും വലിയ ബുദ്ധി സിവിലിയൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലാണ്. അവർ ഉപയോഗിക്കുന്നത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന GPS മോഡ്യൂളുകളും ചെറിയ എഞ്ചിനുകളുമാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയെ അനുകരിച്ച് നിർമ്മിച്ച MD-550 പോലെയുള്ള 4 സിലിണ്ടർ എഞ്ചിനുകളാണ് ഇതിലുപയോഗിക്കുന്നത്. ഇതിൻ്റെ ശബ്ദം ഒരു പുല്ലുവെട്ടി യന്ത്രത്തിൻ്റേതുപോലെയാണ്. ഇത് ശത്രുവിനെ മാനസികമായി തളർത്താൻ സഹായിക്കുന്നു. ശത്രുക്കൾ GPS സിഗ്നലുകൾ ജാം ചെയ്താൽ പോലും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഷഹേദ് ഡ്രോണുകൾക്ക് ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനമുണ്ട്. ഇത് ഡ്രോണിൻ്റെ വേഗതയും ദിശയും സ്വയം കണക്കാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സഹായിക്കുന്നു. ഏകദേശം 30 മുതൽ 50 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഈ ഡ്രോണിൻ്റെ മൂക്കിൻ തുമ്പിൽ വഹിക്കാൻ കഴിയും. ഒരു എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ റഡാർ ടവറിലോ അല്ലെങ്കിൽ സെൻസിറ്റീവായ ഭാഗത്തോ ഇത് വന്ന് ഇടിച്ചാൽ ആ കപ്പൽ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാൻ അത് മതിയാകും. ഒരു ട്രക്കിൻ്റെ പുറകിൽ ഘടിപ്പിച്ച റാക്കിൽ നിന്ന് ഒരേ സമയം 5 ഡ്രോണുകൾ വരെ വിക്ഷേപിക്കാം. ഇത്തരത്തിലുള്ള 10 ട്രക്കുകൾ ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ 50 ഡ്രോണുകൾ ആകാശത്തെത്തും. ഇതാണ് സ്വാം അറ്റാക്കിൻ്റെ അടിസ്ഥാനം. ഇനി എങ്ങനെയാണ് സ്വാം കപ്പലുകളെ തോൽപ്പിക്കുന്നത് എന്ന് നോക്കാം. അമേരിക്കയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച റഡാർ സംവിധാനമായ ഏജിസ് ഉണ്ട്. പക്ഷേ ഇതിനും ഒരു പരിധിയുണ്ട്. ഒരേ സമയം 500 ഡ്രോണുകൾ എല്ലാ വശത്തു നിന്നും ഇരച്ചെത്തിയാൽ ഏതിനെ വെടിവെച്ചിടും? റഡാറുകൾ കൺഫ്യൂസ്ഡ് ആവും, മിസൈലുകൾ തീർന്നു പോകും. 5-10 ഡ്രോണുകൾ തടയാം. പക്ഷേ 11ാമത്തെ ഡ്രോൺ കപ്പലിൽ ചെന്ന് ഇടിച്ചാൽ മതി, ആ കോടീശ്വരൻ കപ്പൽ പ്രവർത്തനരഹിതമാകും. വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ ദൗർബല്യം അവയുടെ വലിപ്പം തന്നെയാണ്. ഇറാന്റെ ഹൈടെക് ഡ്രോൺ സ്വാമുകൾക്ക് മുന്നിൽ ഈ വലിപ്പം ഒരു ശാപമായി മാറുകയാണ്. യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ ചെങ്കടലിൽ ഇന്ന് അമേരിക്കൻ നാവികസേന വിയർക്കുകയാണ്. USS എബ്രഹാം ലിങ്കണിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. വിമാനവാഹിനി കപ്പലുകൾക്ക് ഇനി സുരക്ഷിതമായി സമുദ്രങ്ങളിൽ വിഹരിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. ലോകം മാറുകയാണ്. യുദ്ധം ഇനി വലിയ കപ്പലുകൾ തമ്മിലല്ല, മറിച്ച് ബുദ്ധിമാന്മാരായ ഡ്രോണുകൾ തമ്മിലായിരിക്കും. ആയിരക്കണക്കിന് സൈനികരും കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളുമുള്ള ഒരു കപ്പലിനെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ നിയന്ത്രിക്കുന്ന ഡ്രോൺ തകർക്കുന്ന കാഴ്ച. വിമാനവാഹിനി കപ്പലുകളുടെ അജയ്യത അവസാനിച്ചോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാൻ അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചോ? താഴെ കമൻറ്റ് ചെയ്യൂ.